ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 PSC പരിശീലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചവർക്ക് അതിന് കൃത്യമായിട്ടുള്ള അതിൻ്റെ സിലബസൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ സിലബസ് ഒന്നുകൂടെ പരിചയപ്പെടുത്തരാം. നമുക്ക് ഈ ഒരു പരീക്ഷ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിൽ നമുക്ക് ക്ഷയരോഗത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയേണ്ടതും ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പോസ്റ്റ് വരുന്നത്. ജോലിയുടെ സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ ക്ഷയരോഗത്തെക്കുറിച്ച് കൃത്യമായിട്ട് ജ്ഞാനമുണ്ടായാൽ മാത്രമാണ് നമുക്ക് ഈ ജോലിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനും തന്നെയല്ല നമുക്ക് ഈ ജോലിക്ക് പ്രവേശിക്കാൻ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞ് നല്ല മാർക്ക് സ്കോർ ചെയ്താലാണ് നമുക്ക് ഈ ജോലിയിലേക്ക് പോസ്റ്റിംഗ് നേടാൻ പറ്റുള്ളൂ. അപ്പം സിമ്പിളായിട്ടുള്ള ക്ലാസ്സുകളിലൂടെ സിമ്പിൾ നോട്ട്സ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ നോട്ട്സ് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പാണ് പരീക്ഷ ഉണ്ടാവുമെന്ന് അറിയാമല്ലോ, OMR എക്സാമാണ് ഉണ്ടാവുക. അപ്പം തെറ്റിപ്പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് പരീക്ഷ പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ സ്റ്റഡിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് സിലബസിലേക്ക് പോകുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 ആണ് പോസ്റ്റിൻ്റെ പേര്. അതിൽ നമുക്ക് പാർട്ട് 1 അനാറ്റമി ഓഫ് ഹ്യൂമൻ ലങ്സിൻ്റെ അനാറ്റമിയെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ നിന്ന് 5 മാർക്കാണ് വരുന്നത്. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് പോകുമ്പോൾ ഫിസിയോളജി ഓഫ് റെസ്പിറേഷൻ, ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ, ഇതിൽ നിന്ന് ഫിസിയോളജിയിൽ നിന്ന് വരുന്നത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇനി അതിൽ തന്നെ താഴേക്ക് വരുമ്പോൾ എയർ പൊല്യൂഷൻ, അതിൻ്റെ റെസ്പിറേറ്ററി ഡിസീസുകളെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണ്, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. അപ്പം അതിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട്, 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അതിൽ നിന്ന് വരുന്നുണ്ട്. ഇനി ന്യൂട്രീഷൻ ആൻഡ് ട്യൂബർക്കുലോസിസ്, അത് പിന്നീട് നമുക്ക് അതിൻ്റെ മെയിൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ് ട്യൂബർക്കുലോസിസിൻ്റെ. അതിലെ ന്യൂട്രീഷൻ കാര്യങ്ങൾ അതും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇനി ഫസ്റ്റ് എയ്ഡ് ഫോർ ഡ്രോണിങ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അതിൽ നിന്ന് വരുന്നുണ്ട്. ഫസ്റ്റ് എയ്ഡ് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി വരുന്നത് ഹിസ്റ്ററി ഓഫ് TB കൺട്രോൾ പ്രോഗ്രാമാണ്. TB കൺട്രോൾ പ്രോഗ്രാമുകളുടെ ഹിസ്റ്ററി നമുക്ക് പഠിക്കാനുണ്ട്. അത് വളരെ കൺഫ്യൂസ്ഡ് ആവുന്ന, വർഷങ്ങൾ തെറ്റിപ്പോകുന്ന രീതിയിലാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന രീതിയിലാണ് വരുന്നത്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ഇനി അടുത്തത് സർവീസ് ഡെലിവറി സെൻറ്റേഴ്സ് ഓഫ് TB കൺട്രോൾ പ്രോഗ്രാമിൻ്റെ നമുക്ക് ഈ സെൻറ്ററുകളിലാണ് നമുക്ക് പോസ്റ്റിങ്ങുകൾ ഉണ്ടാവുക, TB സെൻറ്ററുകളിൽ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസുകളും അതിൻ്റെ പ്രവർത്തനങ്ങളും രീതികളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് അതിന് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ TB ഡയഗ്നോസിസ് എങ്ങനെയാണ്, അതിൻ്റെ ഡയഗ്നോസിസ്, സ്പൂട്ടം മൈക്രോസ്കോപ്പി, അത്തരം ഡയഗ്നോസ്റ്റിക് ടൂൾസ്, ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതിൽ നിന്ന് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ആ ഒരു ഭാഗത്തു നിന്ന് വരുന്നത്. ഇനി അതിൻ്റെ ഡ്രഗ്സിലേക്ക് പോകുമ്പോൾ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് TB, HIV TB കോർഡിനേഷൻ കമ്മിറ്റി, ഇത്തരം പോർഷനിൽ നിന്ന് വരുന്നത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. ഇനി കോംപ്ലിക്കേഷൻ ഓഫ് ടുബാക്കോ സ്മോക്കിംഗ് ആൻഡ് TB നോട്ടിഫിക്കേഷൻ, ഇതിൽ നിന്നൊക്കെ വരുന്നത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അപ്പം ഈ ഓരോ ചെറിയ പോർഷനിൽ നിന്നും 5 മാർക്ക് വീതം ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതൊരു 100 മാർക്കിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഏതെല്ലാം ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാലാണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇനി ജനറൽ നോളജായിട്ട് വരുന്നത് നമുക്ക് ബേസിക്കായിട്ടുള്ള ഈ നമുക്ക് മറ്റ് പരീക്ഷകളിൽ ചോദിക്കുന്ന ജനറൽ നോളജുകളല്ല, നമുക്ക് ഈ അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജനറൽ നോളജുകളാണ്. അത് അതിനിപ്പം SDG വരുന്നുണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ വരുന്നുണ്ട് 5 മാർക്കിൻ്റെ. നമ്മൾ ഈ TBയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് നമ്മൾ പഠിപ്പിക്കും. ഇനി എലിമിനേഷനിലേക്ക് കടക്കുന്ന അസുഖങ്ങളെക്കുറിച്ചിട്ടുള്ള ഡിസീസ് ഗോയിങ് ഫോർ എലിമിനേഷൻ, അതും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. ഇനി നവകേരള മിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്, കഴിഞ്ഞ പരീക്ഷയിലുണ്ടായിരുന്നതാണ്. അത് ഇത്തവണ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. എന്നാലും കൂടെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് കഴിഞ്ഞ തവണ സിലബസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു പോർഷൻ നവകേരള മിഷൻ്റെ ആ പോർഷൻ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. എന്നാലും ഒരു 5 മാർക്ക് നമുക്ക് അവിടെ മാറ്റിവെക്കാം. 95 ആയിട്ട് നമുക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി പോസ്റ്റ് കോവിഡ് ലങ്സ് ഡാമേജ്, അതും ഈ ജനറൽ നോളജാണ്. ഇപ്പം ലാസ്റ്റ് കഴിഞ്ഞിരിക്കുന്ന വലിയൊരു പാൻഡമിക് ആയിരുന്നില്ലേ കോവിഡ്. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് ലങ്സ് ഡാമേജുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും, 5 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും. അടുത്തത് ബയോഡയറക്ഷണൽ സ്ക്രീനിങ് ഓഫ് കോവിഡ് ആൻഡ് TB, ഇതൊക്കെ ഈ ജനറൽ നോളജിൽ വരുന്നതാണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി അടുത്തത് വരുന്നത് എയർബോൺ ഇൻഫെക്ഷൻ കൺട്രോൾ കിറ്റാണ്, AIC കിറ്റ്. അത് നമുക്ക് കൃത്യമായിട്ട് നമുക്കതിൻ്റെ പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസോ അത്രയുണ്ട്.
അപ്പം ഇത്രയും വിശദമായിട്ടുള്ളൊരു സിലബസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ സിലബസിനകത്ത് ചെറിയ ചെറിയ പോർഷനിൽ നിന്നാണ് 5 മാർക്ക് നമുക്ക് ഇങ്ങനെ പോർഷൻ കാണുമ്പോൾ നിരവധി ടോപ്പിക്കുകൾ കാണുന്നുണ്ട്. പക്ഷേ എല്ലാം റിലേറ്റഡ് ആണ്. ഒരു വലിയൊരു പോർഷൻ്റെ TB എന്നുള്ള ഒരു വലിയൊരു പോർഷൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതിൻ്റെ കൂടെയുള്ള കാര്യങ്ങളാണ്. അത് ഇവർ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് മാർക്ക് അടിസ്ഥാനത്തിൽ ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ TB എന്നുള്ള ആ ഒരു പോർഷൻ കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഒരു 45 മാർക്ക് സിമ്പിളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാം. 45 TBയുടെ ഭാഗം തന്നെ. അപ്പം അതിനകത്ത് അനാട്ടമി, ഫിസിയോളജി ഇത്തരം കാര്യങ്ങളൊന്നും വരില്ല. ട്യൂബർകുലോസിസ് എന്നുള്ള ഭാഗം പഠിച്ചാൽ തന്നെ നമുക്കൊരു 45 മാർക്സ് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാം. പിന്നെ ഇതിലിപ്പോൾ ജനറൽ നോളജിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിരിക്കുന്നത് നിരവധി പോർഷൻസാണ് അതിനകത്തുള്ളത്. അപ്പം ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അപ്പം ലളിതമാണെങ്കിൽ കൂടെ വളരെയധികം കൺഫ്യൂഷൻ ആവുന്ന തരത്തിലാവും. നമുക്ക് മാറിപ്പോവും വർഷങ്ങൾ, അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ, പേരുകൾ, അതെല്ലാം മാറിപ്പോവും. കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു കൺഫ്യൂഷൻ ആവുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ജോലിയിലേക്ക് കയറാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിൻ്റെ കഴിഞ്ഞ പരീക്ഷകളുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഞാനത് ആദ്യമേ പറയേണ്ടായിരുന്നു. കഴിഞ്ഞ പരീക്ഷകളുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ 2014 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. 2014 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഭൂരിഭാഗം ജനറൽ നോളജ് ആയിരുന്നു. നമുക്ക് ടോപ്പിക് വൈസ് അല്ലാത്ത മറ്റുള്ള കാര്യങ്ങൾ, ജനറലായിട്ടുള്ള കറണ്ട് അഫയേഴ്സും ജനറൽ നോളജൊക്കെയാണ് അതിനകത്ത് കൂടുതലുണ്ടായിരിക്കുന്നത്. 2016-18 ആ ഒരു 19 ആ ഒരു കാലഘട്ടത്തിലേക്ക് ആ സമയത്ത് വിളിച്ച പരീക്ഷകളിലാണ് കൂടുതലും ഈ നമുക്ക് ഇപ്പം TBയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കുമായിട്ടുള്ള നമുക്ക് ഈ പഠിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ പബ്ലിക് ഹെൽത്തിൻ്റെ കാര്യങ്ങളായിട്ട് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങിയിട്ട്. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഈ ഒരൊറ്റ ടോപ്പിക്ക് മാത്രമാണ്. അതിന് കൃത്യമായിട്ടുള്ള സിലബസിൽ നമുക്ക് നോക്കിയാൽ അറിയാം. ഇതിനകത്ത് മറ്റൊരു തരത്തിലുള്ള ജനറൽ നോളജും കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. അപ്പം ആ ഒരു ലെവലിലേക്ക് നമ്മുടെ പഠനം വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ കട്ട് ഓഫ് മാർക്ക് ഏകദേശം ഒരു 60 എബോ 75 എബോ ആ ഒരു രീതിയിലൊക്കെ കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നു. അത് ആ ഒരു കട്ട് ഓഫ് മാർക്കിന് നമ്മൾ ശ്രദ്ധിച്ചാലറിയും വളരെ സിമ്പിളായിരുന്നു, എളുപ്പമായിരുന്നു പരീക്ഷ എളുപ്പമാകുമ്പോഴാണ് കട്ട് ഓഫ് മാർക്ക് ഹൈ ആയി പോകുന്നത്. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. കൃത്യമായിട്ടുള്ള പഠനത്തിലൂടെ നമുക്ക് ജോലിയിലേക്ക് കയറാൻ പറ്റും. അത്തരത്തിലുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് നോട്ട്സുകൾ അല്ലെങ്കിൽ ക്രമീകരിക്കുക. നമുക്ക് ട്യൂബർകുലോസിസിൻ്റെ ആ പോർഷൻ പാർക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്, കംപ്ലീറ്റ്ലി പാർക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. പിന്നെ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന അപ്ഡേഷൻസുകളുണ്ട്, പുതിയ അതിൻ്റെ കണക്ക് വിവരങ്ങളും കാര്യങ്ങളൊക്കെ. അതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വെബ്സൈറ്റുകളൊന്നും ഇപ്പോൾ WHO നിന്ന് എടുത്തിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യൻ സൈറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ഇന്ത്യ ഫാമിലി വെൽഫെയർ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് അപ്പോൾ പുതിയ ഡാറ്റാസ് എല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പം ക്ഷയരോഗം എന്താണെന്ന് നമ്മൾ നേരത്തെയും പഠിച്ചതാണ്, കമ്മ്യൂണിക്കബിൾ ഡിസീസ് പഠിക്കുമ്പോൾ പഠിച്ചതാണ്, ഒരു അസുഖത്തെക്കുറിച്ച് നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി അതിനകത്ത് വന്നിട്ടില്ല. നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ പരീക്ഷയ്ക്ക് നമുക്ക് എന്താണ് വേണ്ടത്? ഈ ഒരു ഒറ്റ അസുഖം മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. അങ്ങനെ ഒരു ഗുണമുണ്ട്, ഈ ഒരൊറ്റ അസുഖം മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ ആ ഒരു പഠിക്കുന്ന ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖത്തിൻ്റെ നമ്മളതിൻ്റെ ഫുൾ A to Z വരെ അത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ജോലിക്ക് കയറാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ട്യൂബർകുലോസിസ്, ക്ഷയരോഗം എന്താണെന്ന് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കളർ ചേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വായിച്ചാൽ മനസ്സിലാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ട്യൂബർകുലോസിസ് നമ്മൾ സാധാരണ പറയുന്നത് TB എന്ന് പറയുന്നത്. ഈ TB എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂബർക്കിൾ ബാസിലസിനെയാണ് അതിൻ്റെ ഷോർട്ടായിട്ട് പറയുന്നതാണ് TB എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും ആ ഒരു അസുഖത്തിനെയാണ് നമ്മൾ TB എന്ന് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ട്യൂബർകുലോസിസ് ആണ് അസുഖത്തിൻ്റെ പേര്. TB എന്ന് പറയുന്നത് ട്യൂബർക്കിൾ ബാസിലസിൻ്റെ ഷോർട്ട് ഫോമാണ് TB എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കതിനെ വൈറ്റ് ഡെത്ത് എന്ന് കൂടെ വിളിക്കാം. ഈ അസുഖത്തിനെ, ക്ഷയരോഗത്തിനെ നമുക്ക് വൈറ്റ് ഡെത്ത് എന്ന് കൂടെ അറിയപ്പെടും. അപ്പം ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിൽ കിട്ടിയല്ലേ, വൈറ്റ് ഡെത്ത് എന്നറിയപ്പെടുന്ന അസുഖം ട്യൂബർകുലോസിസ്.
ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഓരോരോ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പം വൈറ്റ് ഡെത്ത് എന്ന് കൂടെ TB അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ രോഗാണു എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, TB ഈസ് എ സ്പെസിഫിക് ഇൻഫെഷ്യസ് ഡിസീസ് കോസ്ഡ് ബൈ മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ബാക്ടീരിയ. അതുകൂടെ കൃത്യമായിട്ട് പഠിച്ചു പോകണം. മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന് മാത്രം നിർത്തരുത്. മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ബാക്ടീരിയയാണ് MTB എന്ന് പറയും. മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ബാക്ടീരിയയാണ് നമുക്ക് ക്ഷയരോഗം, ട്യൂബർക്ലോസിസ് എന്ന് പറഞ്ഞിരിക്കുന്ന അസുഖം പകർത്തുന്നത്. ഓക്കെ, അപ്പം നമുക്കിപ്പം അറിയാമല്ലോ, നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം. എവിടെയാണ് അസുഖം ബാധിക്കുന്നത്, ക്ഷയരോഗം ബാധിക്കുന്നത് ശരീരത്തിൻ്റെ എവിടെയാണ്? പ്രൈമറിലി നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ആദ്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ശ്വാസകോശങ്ങളെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ പറയുന്നതാണ് പൾമനറി ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, പൾമനറി ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് നമുക്ക് പ്രൈമറി എഫക്റ്റ് ആവുന്നതാണ്, ലങ്സിനെ ബാധിക്കുന്നതാണ് നമുക്ക് പൾമനറി ട്യൂബർകുലോസിസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ലങ്സുകളിലേക്ക് മാത്രമല്ല ഈ ക്ഷയരോഗം ബാധിക്കുന്നത്, നമ്മുടെ ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങൾക്കെല്ലാം ക്ഷയരോഗം ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ബാധിക്കുന്നതിനെ നമുക്ക് എക്സ്ട്രാ പൾമനറി ട്യൂബർകുലോസിസ് എന്ന് പറയാം. ഓക്കെ, അപ്പം നമുക്ക് ശ്വാസകോശത്തെ ബാധിക്കുന്ന ട്യൂബർകുലോസിസിനെ പൾമനറി ട്യൂബർകുലോസിസും, അതേപോലെ തന്നെ ശ്വാസകോശത്തെ അല്ലാതെ മറ്റ് ശരീരഭാഗങ്ങളെ ബാധിക്കുന്ന ക്ഷയരോഗത്തെ നമുക്ക് എക്സ്ട്രാ പൾമനറി ട്യൂബർകുലോസിസ് എന്ന് വിളിക്കാം. ഓക്കെ, അത് ഏതൊക്കെ ഭാഗങ്ങളാണ്? മെയിനായിട്ട് ഇൻറ്റസ്റ്റൈൻ, മെനിഞ്ചസ്, ബോൺസ് ആൻഡ് ജോയിൻറ്റ്സ്, ലിംഫ് ഗ്ലാൻഡ്സ്, സ്കിൻ ആൻഡ് അതർ ടിഷ്യൂ ഓഫ് ബോഡി. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ക്ഷയരോഗം ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലേക്ക് പോകുമ്പോൾ, ഇപ്പം നമുക്ക് മനുഷ്യരിലാണ് ഇതേപോലെ പൾമനറിയും എക്സ്ട്രാ പൾമനറി ആയിട്ട് ക്ഷയരോഗം ബാധിക്കുന്നത്, ട്യൂബർകുലോസിസ് ബാധിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് പേരുകൾ പരിചയപ്പെടാം. ബൊവൈൻ ട്യൂബർകുലോസിസ് പറയും. ഓക്കെ, ബൊവൈൻ ട്യൂബർകുലോസിസ് അത് പ്രധാനമായിട്ടും ഈ മൈക്കോബാക്ടീരിയം ബൊവിസ് ആണ് അത് അസുഖം പടർത്തുന്നത്. അത് കന്നുകാലികളിൽ, കാറ്റിൽസിൽ ആണ് ഈ അസുഖം കണ്ടുവരുന്നത്. ഓക്കെ, ബൊവൈൻ ട്യൂബർകുലോസിസ് മൈക്കോബാക്ടീരിയം ബൊവിസ് ആണ് അത് രോഗം പടർത്തുന്നത് കന്നുകാലികളിൽ. അപ്പം അനിമൽസിലുണ്ടാവുന്ന TBക്ക് TB എന്താണ് വിളിക്കുന്നത്? നമുക്ക് ബൊവൈൻ ട്യൂബർകുലോസിസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇനി നമുക്ക് വീണ്ടും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ജസ്റ്റ് ഇപ്പോൾ പേര് മാത്രം പഠിച്ചു പോവാം. ഇനി നമുക്ക് പക്ഷികളിൽ വരുന്ന ക്ഷയരോഗം ഒരവസ്ഥ എന്താണ്? അതിന് പറയുന്നത് ആവിയൻ ട്യൂബർകുലോസിസ് എന്ന് പറയും. ആവിയൻ ട്യൂബർകുലോസിസ് എന്ന് പറയും. മൈക്കോബാക്ടീരിയം ആവിയം ആണ് ആവിയൻ ട്യൂബർകുലോസിസ് പരത്തുന്നത്. അത് ബേഡ്സിലാണ്, പക്ഷികളിലാണ് ഈ ക്ഷയരോഗം ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് മിലിയേറി ട്യൂബർകുലോസിസ് ഉണ്ട്. അതപ്പോൾ അതിന് മറ്റൊരു പേര് വിളിക്കുന്നത് ഡൊസമിനേറ്റഡ് ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞാൽ ഇൻവാർഡ് ദി ബ്ലഡ് സ്ട്രീം ആൻഡ് സ്പ്രെഡ് ആൾ ഓവർ ദി ബോഡി. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പകരുന്ന ക്ഷയരോഗത്തിനെയാണ് ഇതേപോലെ മിലിയേറി ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ ഡൊസമിനേറ്റഡ് ട്യൂബർകുലോസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, കൃത്യമായിട്ട് 1 by 1 ആയിട്ട് മനസ്സിലാക്കി പോവുക. ഇനി നമുക്ക് അടുത്ത് പരിചയപ്പെടാനുള്ള ലേറ്റൻ്റ് ട്യൂബർകുലോസിസ് ആണ്. എന്താണ് ലേറ്റൻ്റ് ട്യൂബർകുലോസിസ്? ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീണ്ടും ടോപ്പിക്ക് വരുന്നുണ്ട്. ജസ്റ്റ് ഇൻട്രൊഡക്ഷനാണ്. ലേറ്റൻ്റ് ട്യൂബർകുലോസിസ് പറഞ്ഞാൽ മോസ്റ്റ് ഇൻഫെക്ഷൻസ് ഷോസ് നോ സിംറ്റംസ്. ലക്ഷണങ്ങൾ കാണിക്കാത്ത ഇൻഫെക്ഷനെയാണ് നമ്മൾ ലേറ്റൻ്റ് ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും അതിൽ 10% അത് പ്രോഗ്രസ് ചെയ്തിട്ട് അത് ഒരു ആക്റ്റീവ് ഡിസീസായി മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ലേറ്റൻ്റ് ട്യൂബർകുലോസിസ്. നമ്മൾ ഒരു ലേറ്റൻ്റ് ഇൻഫെക്ഷനെ കുറിച്ച് പഠിച്ചു അല്ലേ? സിംറ്റംസ് ഒന്നും കാണിക്കാത്ത ഇൻഫെക്ഷനെയാണ് ലേറ്റൻ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. സെയിം തന്നെയാണ് മോസ്റ്റ് ഇൻഫെക്ഷൻസ് ഷോസ് നോ സിംറ്റംസ്. ആ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല. ഓക്കെ, അതാണ് ലേറ്റൻ്റ് ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് അടുത്തത് ഈ ക്ഷയരോഗം പരത്തുന്ന മറ്റ് ബാക്ടീരിയകളുടെ പേരാണ് മൈക്കോബാക്ടീരിയം ആഫ്രിക്കാനം, മൈക്കോബാക്ടീരിയം കാനറ്റി, മൈക്കോബാക്ടീരിയം മൈക്രോറ്റി. ഈ 3 ബാക്ടീരിയകളും ക്ഷയരോഗം പരത്താൻ കാരണമാകുന്നതാണ്. അപ്പം പേരുകളും അതേപോലെ തന്നെ അത് ആർക്കാണ് ബാധിക്കുന്നതും ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോവുക.
ഓക്കെ, ഇനി നമ്മൾ ക്ഷയരോഗത്തിൻ്റെ ലക്ഷണങ്ങളിലേക്ക് പോവുകയാണ് അല്ലേ. എന്തൊക്കെയാണ് ക്ഷയരോഗത്തിൻ്റെ നമുക്ക് ലക്ഷണങ്ങൾ? ഇപ്പം പലരും പലർക്കും അറിഞ്ഞിരിക്കാം ഈ ഹെൽത്ത് ആരോഗ്യമേഖലയിൽ ചിലർ താൽക്കാലികമായിട്ടൊക്കെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ ജോലി എടുക്കുന്നതും പരിചയമുള്ളവരൊക്കെ ഉണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ ക്ഷയരോഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമുക്ക് ഫസ്റ്റിൽ നമ്മളിപ്പം ഒരു ലക്ഷണം എന്ന് പറയുമ്പോൾ എന്താണ്? ചുമയാണ് അല്ലേ. നമ്മൾ എന്താ പറയുന്നത്, മുന്നേക്കെ പറഞ്ഞിരുന്നു 2 ആഴ്ചയിൽ തുടർച്ചയായിട്ടുള്ള ചുമയുള്ളവരൊക്കെ ക്ഷയരോഗത്തിന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ചുമ. പക്ഷേ ഇപ്പം നമുക്കിപ്പോൾ 2 ആഴ്ച എന്നുള്ള ഒരു കണക്കില്ല. ഇപ്പം ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നത് 2 ആഴ്ച തുടർച്ചയായിട്ട് ചുമയുണ്ടെങ്കിൽ അവരുടെ കഫ പരിശോധനയ്ക്ക് വിധേയമാക്കണം. TB ആണോ എന്നുള്ള ഒരു നിരീക്ഷണത്തിൽ അവരെ കഫ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് അതിൻ്റെ ലക്ഷണത്തിലേക്ക് പോകുമ്പോൾ, ഇനി കൂടുതൽ ലക്ഷണങ്ങളിലേക്ക് പോകുമ്പോൾ പനി ഉണ്ടാവും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നൈറ്റ് സ്വെറ്റ് ഉണ്ടാവും, രാത്രിയിൽ വിയർക്കുന്നുണ്ടാവും. പെർസിസ്റ്റൻ്റ് കഫ്, ബ്ലഡി ഫ്ലജം, അതേപോലെ തന്നെ ചെസ്റ്റ് പെയിൻ ഓർ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, നെഞ്ചുവേദന, ശ്വാസമെടുക്കുമ്പോൾ വേദന, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ചുമയ്ക്കുമ്പോൾ കഫത്തിൽ രക്തത്തിൻ്റെ അംശമുണ്ടാവും. ഇത്തരത്തിലൊക്കെയാണ് നമുക്കിതിൻ്റെ ലക്ഷണങ്ങൾ. ഭാരം കുറയുന്നുണ്ടാവും, ചിലവരിലൊക്കെ പെട്ടെന്ന് ഭാരം കുറയും. പിന്നെ ക്ഷീണം ഉണ്ടാവും, പെട്ടെന്ന് ക്ഷീണം ഉണ്ടാവും, വിശപ്പില്ലായ്മ ഉണ്ടാവും. പിന്നെ ചുമയ്ക്കുമ്പോഴൊക്കെ കഫത്തോട് കൂടിയിട്ടുള്ള ചുമ, അതുപോലെ തന്നെ അതിൽ ബ്ലഡിൻ്റെ അംശം ഞാൻ നേരത്തെ പറഞ്ഞു, വിളർച്ച ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ലക്ഷണങ്ങളെന്ന് പറയുമ്പോൾ. ഏറ്റവും അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് നൈറ്റ് സ്വെറ്റ് ഉണ്ടാവുന്നത് ഏത് അസുഖത്തിനാവും? ഈ ക്ഷയരോഗത്തിനാണ്, ട്യൂബർക്കുലോസിസ് അസുഖത്തിനാണ് നൈറ്റ് സ്വെറ്റിംഗ് ഉണ്ടാവുക. അത് ആ ഒരു ലക്ഷണങ്ങളിൽ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള കഫ്, തുടർച്ചയായിട്ടുള്ള ചുമ. ഇതാണ് ബേസിക് ആയിട്ടുള്ള ലക്ഷണങ്ങളിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. പക്ഷേ നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകുമ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, എന്താണ് ട്യൂബർക്കുലോസിസ്? ഈ ഒരു ഇൻഫെക്ഷൻ പറഞ്ഞാൽ എന്താണ്? വെൻ ട്യൂബർക്കുലോസിസ്, നമ്മളതിൻ്റെ ഷോർട്ട് വേർഡ് ഉപയോഗിക്കുന്നു, TB എന്ന് ഉപയോഗിക്കുന്നു, ട്യൂബർക്കുലൻ ബാസിലസ് എന്ന ആ ഷോർട്ടാണ് ഇനി നോട്ട് ഇതിനകത്ത് ഉണ്ടാവുക. വെൻ ട്യൂബർക്കുലോസിസ് ജേം സർവൈവ് ആൻഡ് മൾട്ടിപ്ലൈ ഇൻ ദി ലങ്സ്, ഇറ്റ് ഈസ് കാൾഡ് TB ഇൻഫെക്ഷൻ. TB ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത്? TBക്ക് കാരണമായിരിക്കുന്ന ആ ഒരു ഇൻഫെക്ഷസ് ഏജൻറ്റ്, ആ ബാക്ടീരിയ, ആ ജേംസ്, അത് ലങ്സിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, സർവൈവ് ചെയ്യുന്നതും അതേപോലെ തന്നെ മൾട്ടിപ്ലൈയും ചെയ്യുന്ന അവസ്ഥയാണ് TB ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ TB ഇൻഫെക്ഷന് 3 സ്റ്റേജുകളാണ്, 1 of 3 സ്റ്റേജസ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ സിംറ്റംസ് ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും TB ഇൻഫെക്ഷൻ വരുമ്പോൾ. അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. TB ഇൻഫെക്ഷൻ്റെ മേ ബി 1 of 3 സ്റ്റേജസ്. ഓക്കെ, സിംറ്റംസ് ആർ ഡിഫറെൻ്റ് ഇൻ ഈച്ച് സ്റ്റേജസ്. ഈ 3 സ്റ്റേജിലും ഇതിൻ്റെ ലക്ഷണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് പ്രൈമറി TB ഇൻഫെക്ഷനാണ്. ഓക്കെ, അപ്പോൾ പ്രൈമറി TB ഇൻഫെക്ഷനിൽ എന്താണ് വരുന്നത്? ദി ഫസ്റ്റ് സ്റ്റേജ് ഈസ് കാൾഡ് പ്രൈമറി ഇൻഫെക്ഷൻ. ഇമ്മ്യൂൺ സിസ്റ്റം സെൽസ് ഫൈൻഡ് ആൻഡ് ക്യാപ്ചർ ദി ജേംസ്. ഓക്കെ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യുന്നു? ഈ രോഗാണുവിനെ തിരിച്ചറിയുന്നു. അതേപോലെ തന്നെ ദി ഇമ്മ്യൂൺ സിസ്റ്റം മേ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ദി ജേംസ്. ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ പ്രതിരോധ സിസ്റ്റം ഈ ജേംസിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യുന്നു. ബട്ട് സം ക്യാപ്ചേർഡ് ജേംസ് മേ സ്റ്റിൽ സർവൈവ് ആൻഡ് മൾട്ടിപ്ലൈ. എല്ലാ ബാക്ടീരിയയും എല്ലാ ജേംസും അത് നശിപ്പിക്കപ്പെടില്ല. ചിലതൊക്കെ അവിടെ സർവൈവ് ചെയ്യുകയും അത് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യും. അതാണ് പ്രൈമറി ഇൻഫെക്ഷനിൽ വരുന്നത്. മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് ഹാവ് സിംറ്റംസ് ഡ്യൂറിങ് പ്രൈമറി ഇൻഫെക്ഷൻ. സം പീപ്പിൾ മേ ഗെറ്റ് ഫ്ലൂ ലൈക്ക് സിംറ്റംസ് സച്ച് ആസ് ലോ ഫീവർ, ടയർഡ്നെസ്, കഫ്. ഓക്കെ, അപ്പോൾ പ്രൈമറി ഇൻഫെക്ഷൻ എന്താണെന്ന് മനസ്സിലായോ? പ്രൈമറി ഇൻഫെക്ഷനിൽ ഈ ജേംസ് നമ്മുടെ ശ്വാസകോശത്തിന് അകത്തേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ തിരിച്ചറിയുകയും അതേപോലെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ എന്നിരുന്നാലും സം ക്യാച്ചഡ് ജെംസ് മേ സ്റ്റിൽ സർവൈവ് ആൻഡ് മൾട്ടിപ്ലൈ. ചില ജെംസ് അവിടെ സർവൈവ് ചെയ്യുകയും
അത് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഈ മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് ഹാവ് സിംറ്റംസ് ഡ്യൂറിങ് പ്രൈമറി ഇൻഫെക്ഷൻ. അപ്പം ആ പ്രൈമറി ഇൻഫെക്ഷനിൽ ഭൂരിഭാഗം ആളുകളിലും സിംറ്റംസ് കാണിക്കില്ല. ആ കാണിക്കുന്ന സിംറ്റംസ് ഇത്തരത്തിലാണ്. ഒരു ചെറിയ ഇപ്പോൾ നേരിയ പനി ഉണ്ടാവും, ഒരു ക്ഷീണം ഉണ്ടാവും, ചുമ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൈമറി ഇൻഫെക്ഷൻ്റെ പ്രൈമറി ടി ബി ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങളാണ് നേരിയ പനി, ടയർഡ്നെസ്സും ചുമയും. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി വരുന്നത് ലേറ്റൻ്റ് ഇൻഫെക്ഷനാണ്. നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പഠിച്ചു അല്ലേ, ലേറ്റൻ്റ് ഇൻഫെക്ഷൻ ആണെന്ന്. ഓക്കെ, ലേറ്റൻ്റ് ഇൻഫെക്ഷനിൽ ടി ബി ഇൻഫെക്ഷനിൽ എന്താ വരുന്നത്? പ്രൈമറി ഇൻഫെക്ഷൻ ഈസ് യൂഷ്വലി ഫോളോഡ് ബൈ ദി സ്റ്റേജ് കാൾഡ് ലേറ്റൻ്റ് ടി ബി ഇൻഫെക്ഷൻ. ഓക്കെ, പ്രൈമറി ഇൻഫെക്ഷൻ തന്നെയാണ്, പക്ഷേ നമ്മളവിടെ പഠിച്ചു ചിലവർക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ കാണില്ല. ലേറ്റൻ്റ് ഇൻഫെക്ഷനിൽ എന്താ വരുന്നത്? ലക്ഷണങ്ങൾ തീരെ പുറത്ത് കാണിക്കില്ല. അതാണ് ലേറ്റൻ്റ് ടി ബി ഇൻഫെക്ഷൻ വരുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റം സെൽസ് ബിൽഡ് എ വാൾ അറൗണ്ട് ലങ്സ് ടിഷ്യൂ വിത്ത് ടി ബി ജെംസ്. അതെ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആ ജെംസിനെ ചുറ്റിപ്പൊതിഞ്ഞുകൊണ്ട് ഒരു വാൾ ബിൽഡ് ചെയ്യും, സെൽ വാൾ ബിൽഡ് ചെയ്യും. ദി ജെംസ് can't do any more harm in the immune system keeps under control, but the germs survive. There are no symptoms during latent TB infection. നമുക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഈ ജേംസിനെ മറ്റൊരു തരത്തിൽ ഹാംഫുൾ ആവാത്ത രീതിയിൽ അതിനെ ഒരു സെൽ വാൾ രൂപീകരിച്ച് അതിനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്നിരുന്നാലും അതവിടെ സർവൈവ് ചെയ്യും. ഓക്കെ, പക്ഷേ എന്താ ഉണ്ടാവുന്നത്? ബട്ട് ജെയിംസ് സർവൈവ്. ദർ ആർ നോ സിംറ്റംസ് ഡ്യൂറിങ് ലേറ്റൻ്റ് ടി ബി ഇൻഫെക്ഷൻ. ആ ജെയിം അവിടെ തുടരുന്നുണ്ടെങ്കിൽ കൂടെ മറ്റൊരു തരത്തിലുള്ള ലക്ഷണങ്ങളൊന്നും ലേറ്റൻ്റ് ടി ബി ഇൻഫെക്ഷനിൽ നമുക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് എന്താ? ആക്റ്റീവ് ടി ബി ഡിസീസാണ്. ആക്റ്റീവ് ട്യൂബർകുലോസിസ് ഡിസീസാണ്. ഈ ആക്റ്റീവ് ടി ബി ഡിസീസിൽ എന്താണ്? Active TB disease happen when the immune system cannot control an infection. ഓക്കെ, നേരത്തെ നമ്മൾ പഠിച്ചില്ലേ, ലേറ്റൻ്റ് ഇൻഫെക്ഷനിൽ പഠിച്ചു. ഇമ്മ്യൂൺ സിസ്റ്റം ഈ ജേംസിനെ മറ്റൊരു രീതിയിൽ അപകടകാരി ആവാത്ത തരത്തിൽ അതിനെ ഒരു സെൽ വാൾ രൂപീകരിച്ച് പൊതിഞ്ഞ് നിർത്തും. ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ആ പവർ ഇല്ലാതാവുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്. cannot control an infection. Active TB disease happen when the immune system cannot control an infection. ഇമ്മ്യൂൺ സിസ്റ്റം അവിടെ പരാജയപ്പെടുകയാണ്. അപ്പോഴാണ് ശരിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് ആക്റ്റീവ് ടി ബി കേസിൽ. ജെയിംസ് കോസ് ഡിസീസ് ത്രൂ ഔട്ട് ദി ലങ്സ് ഓർ അതർ പാർട്ട് ഓഫ് ദി ബോഡി. ഓക്കെ, അപ്പോൾ ഈ ജെയിംസ് എന്തായി? ആക്റ്റീവായി. ഇമ്മ്യൂൺ സിസ്റ്റം ഡൗൺ ആകുമ്പോൾ ജെയിംസ് ആക്റ്റീവായി ഇൻഫെക്ഷൻ ഉണ്ടായി തുടങ്ങി. അത് എവിടെ നിന്ന് ഉണ്ടാവുന്നു? നമ്മുടെ ലങ്സിൽ തുടങ്ങി, ഓർ അതർ പാർട്സ് ഓഫ് ബോഡി, ശരീരത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലും നമുക്ക് ഇൻഫെക്ഷന് കാരണമാകും. ടി ബി ഡിസീസ് മേ ഹാപ്പൻ റൈറ്റ് ആഫ്റ്റർ പ്രൈമറി ഇൻഫെക്ഷൻ, ബട്ട് യൂഷ്വലി ഹാപ്പൻ ആഫ്റ്റർ മന്ത്സ് ഓർ ഇയേഴ്സ് ഓഫ് ലേറ്റൻ്റ് ടി ബി ഇൻഫെക്ഷൻ. നേരത്തെ നമ്മൾ പഠിച്ചല്ലേ, ലേറ്റൻ്റ് ടി ബി ഇൻഫെക്ഷനിലെ 10% കേസുകൾ പിന്നീട് അത് ഒരു കൃത്യമായിട്ടുള്ള ഒരു പോസിറ്റീവ് ഡിസീസുകളായി മാറിയിട്ടുണ്ട്. അതാ പറയുന്നത്. അപ്പം ഇത് എത്രത്തോളം വരുന്നത്? മാസങ്ങളോ വർഷങ്ങളോ എടുക്കും ഈ സമയം. ഈ ലേറ്റൻ്റ് കേസുകളൊക്കെ മാസങ്ങളോ വർഷങ്ങളോ നമ്മുടെ ശരീരത്തിൻ്റെ ലങ്സിനകത്ത് ഇത് ഒരു നിരുപദ്രവകാരിയായി കിടന്ന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തകരാറിലാവുമ്പോൾ, ഈ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പവർ കുറയുമ്പോൾ ഈ ജെയിംസ് നമുക്ക് അപകടകരമാവുന്ന രീതിയിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും. അതിന് മാസങ്ങളോ വർഷങ്ങളോ സമയമെടുക്കും. ഓക്കെ, അതാണ് ആക്റ്റീവ് ടി ബി കേസ് എന്ന് പറയുമ്പോൾ. ഇങ്ങനെ വരുമ്പോൾ ഇത് സിംറ്റംസ്, അതിൻ്റെ സിംറ്റംസ് ആണ്. ഇപ്പോൾ ആക്റ്റീവ് ടി ബി കേസുകളുടെ സിംറ്റംസ് ആണ് പറയുന്നത്. സിംറ്റംസ് ഓഫ് ആക്റ്റീവ് ടി ബി ഡിസീസ് ഇൻ ദി ലങ്സ് യൂഷ്വലി ബീയിങ് ഗ്രാജുവലി ആൻഡ് ഓസൺ ഓവർ എ ഫ്യൂ വീക്സ്. ഓക്കെ, പതിയെ തുടങ്ങി അത് കുറച്ചും കൂടി കൂടുതലായി അതിന് ആഴ്ചകളോളം സമയമെടുക്കും. ഓവർ എ ഫ്യൂ വീക്സ്, ഒരു കുറച്ച് ആഴ്ചകൾക്കകം തന്നെ ഗുരുതരമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങും. അതിൽ വരുന്ന ലക്ഷണങ്ങളാണ് കഫുണ്ട്, കഫിങ് അപ്പ് ബ്ലഡ് ഓർ മ്യൂക്കസ്. ചുമയ്ക്കുമ്പോൾ മ്യൂക്കസിൽ ബ്ലഡിൻ്റെ സ്ട്രെയിൻ ഉണ്ടാവും. ചെസ്റ്റ് പെയിൻ, നെഞ്ചുവേദന ഉണ്ടാവും. പെയിൻ വിത്ത് ബ്രീത്തിങ് ഓർ കഫിങ്, നമുക്ക് ശ്വാസം എടുക്കുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ വേദന ഉണ്ടാവും, ചെസ്റ്റ് പെയിൻ ഉണ്ടാവും. നല്ല പനി ഉണ്ടാവും, ചിൽസ് ഉണ്ടാവും, കുളിരുണ്ടാവും. നൈറ്റ് സ്വെറ്റ്, നമ്മൾ ആദ്യമേ പറഞ്ഞു ലക്ഷണങ്ങളിൽ നമുക്കറിയാവുന്നത് നൈറ്റ് സ്വെറ്റ്സ് ഉണ്ടാവും.
വെയിറ്റ് ലോസ് ഉണ്ടാവും, ശരീരഭാരം കുറയും. നോട്ട് വാണ്ടിങ് ടു ഈറ്റ്, ഭക്ഷണം കഴിക്കാൻ തോന്നാത്ത അവസ്ഥ ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും. നോട്ട് ഫീലിംഗ് വെൽ ഇൻ ജനറൽ, സ്വാഭാവികമായിട്ട് ഒരു ഒന്നിനും വയ്യാത്തൊരു അവസ്ഥ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ആക്റ്റീവ് ടി ബി കേസിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ മനസ്സിലായത് നമുക്ക് ഓരോ സ്റ്റേജിനും ഓരോ തരം ലക്ഷണങ്ങളാണുള്ളത്. അപ്പോൾ ഇതെല്ലാം കോർത്തിണക്കി വേണം പഠിച്ചു പോകാൻ. ഓക്കെ, ഇനി നമുക്ക് ആക്റ്റീവ് ടി ബി കേസ് ഔട്ട്സൈഡ് ലങ്സ് നോക്കിയാലോ. നമ്മളിപ്പം പൾമനറി ടി ബി നോക്കി, ഇനി എക്സ്ട്രാ പൾമനറി നോക്കാം. ഔട്ട്സൈഡ് ദി ലങ്സ് അല്ലേ, ലങ്സ് നിന്ന് മാറിയിട്ട് വരുന്നത് എക്സ്ട്രാ പൾമനറിയാണ്. ടി ബി ഇൻഫെക്ഷൻ ക്യാൻ സ്പ്രെഡ് ഫ്രം ലങ്സ് ടു അതർ പാർട്സ് ഓഫ് ദി ബോഡി. ദിസ് ഈസ് കാൾഡ് എക്സ്ട്രാ പൾമനറി ട്യൂബർക്കുലോസിസ്, നമ്മൾ ഫസ്റ്റിലേ പറഞ്ഞത്. ഓക്കെ, സിംറ്റംസ് വെരി ഡിപ്പെൻഡിങ് ഓൺ ദി പാർട്ട് ഓഫ് ദി ബോഡി ഈസ് ഇൻഫെക്റ്റഡ്. ഏത് സ്ഥലത്തെയാണോ ഇൻഫെക്റ്റഡ് ആയിരിക്കുന്നത് ആ സ്ഥലത്തിൻ്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും അതിൻ്റെ സിംറ്റംസ് ഉണ്ടാകുന്നത്. സിംറ്റംസ് വെരി ഡിപ്പെൻഡിങ് ഓൺ വാട്ട് പാർട്ട് ഓഫ് ദി ബോഡി ഇൻഫെക്റ്റഡ്, ഏത് സ്ഥലത്താണോ ഇൻഫെക്റ്റഡ് ആയിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും. കോമൺ സിംറ്റംസ് എന്തൊക്കെയാണ് വരുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞതിൽ ഉൾപ്പെടുന്നതാണ്. ഫീവർ, ചിൽസ്, നൈറ്റ് സെറ്റ്, വെയിറ്റ് ലോസ്, നോട്ട് വാണ്ടിങ് ടു ഈറ്റ്, ടയർഡ്നെസ്, നോട്ട് ഫീലിംഗ് വെൽ ഇൻ ജനറൽ, പെയിൻ നിയർ ദി സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ. ഓക്കെ, ഇപ്പോൾ മനസ്സിലായോ എക്സ്ട്രാ പൾമനറി ടി ബിയുടെ സിംറ്റംസിൽ വരുന്നത്. എക്സ്ട്രാ പൾമനറി വരുമ്പോൾ പെയിൻ നിയർ ദി സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ, ഏത് സൈറ്റിലാണോ ആ ഇൻഫെക്ഷൻ വരുന്നത് അവിടെ വേദന ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഇനി വരുമ്പം കോമൺ സൈറ്റ് ഓഫ് ആക്റ്റീവ് ടി ബി കേസസ് വരുമ്പോൾ എന്തൊക്കെ വരുന്നത്. കോമൺ സൈറ്റ് ഓഫ് ആക്റ്റീവ് ടി ബി ഡിസീസ് ഔട്ട്സൈഡ് ലങ്സ് ഇൻക്ലൂഡ്. അപ്പം നമുക്ക് കോമൺ സൈറ്റ് ഓഫ് ഈ എക്സ്ട്രാ പൾമനറി ടി ബിയുടെ കോമൺ സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റിൽ നമുക്ക് കുറച്ച് പറഞ്ഞിരുന്നു, നമുക്ക് അതിൻ്റെ കോമൺ സൈറ്റുകൾ ഏതാണെന്ന് നോക്കാം. കിഡ്നീസ്, ലിവർ, ഫ്ലൂയിഡ് സറൗണ്ടിങ് ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, ഹാർട്ട് മസിൽസ്, ജെനിറ്റൽസ്, ലിംഫ് നോഡ്, ബോൺസ് ആൻഡ് ജോയിൻറ്റ്സ്, സ്കിൻ, വാൾ ഓഫ് ബ്ലഡ് വെസൽസ്, വോയിസ് ബോക്സ് ആൾസോ കാൾഡ്. ആ വോയിസ് ബോക്സിന് പറയുന്ന പേരാണ് ലാരിങ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ അനാട്ടമിയിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ളതാണ് നമുക്ക് എക്സ്ട്രാ പൾമനറി ടി ബിയുടെ ലക്ഷണങ്ങളും അതുപോലെ തന്നെ അത് ബാധിക്കുന്ന ശരീര സ്ഥലങ്ങളും പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് എന്താ വരുന്നത്. ഇനി കുട്ടികളിൽ ഇപ്പോൾ നമ്മൾ ആക്റ്റീവ് ടി ബി നേരത്തെ പഠിച്ചല്ലേ, അത് മുതിർന്നവരിലുള്ളത്. ഇനി കുട്ടികളിൽ ഈ ആക്റ്റീവ് ടി ബി എങ്ങനെയാണെന്ന് നോക്കാം. ആക്റ്റീവ് ടി ബി ഡിസീസ് ഇൻ ചിൽഡ്രൻസ്. Symptoms of active TB disease in children vary. Typically, symptoms by age may include the following. ഓരോ ഏജ് ഗ്രൂപ്പിനും ആ പ്രായത്തിനനുസരിച്ച് ആ സിംറ്റംസിൽ വ്യത്യാസങ്ങളുണ്ടാവും. കുട്ടികളിൽ തന്നെ ഇപ്പോൾ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാമല്ലോ. ടീനേജേഴ്സിൽ എങ്ങനെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവുക. സിംറ്റംസ് ആർ സിമിലർ ടു അഡൽട്ട്. മുതിർന്നവരിൽ എങ്ങനെയാണോ ലക്ഷണങ്ങൾ ഉണ്ടാവുക അതേപോലെ തന്നെയാണ് ടീനേജേഴ്സിലും ടി ബിയുടെ ലക്ഷണങ്ങൾ ഉണ്ടാവുക. ഇനി നമുക്ക് മുമ്പ് 1 to 12 years 1 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ എങ്ങനെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവുക. യങ്ങർ ചിൽഡ്രൻ മേ ഹാവ് ഫീവർ ദാറ്റ് വോണ്ട് ടു ഗോ എവേ ആൻഡ് വെയിറ്റ് ലോസ്. അവർക്ക് പനി ഉണ്ടാവും, അതേപോലെ തന്നെ ശരീരഭാരം കുറയും. 1 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഈ ആക്റ്റീവ് ടി ബി വരുമ്പോൾ ഉണ്ടാവുന്നത്. മേ ഹാവ് എ ഫീവർ ദാറ്റ് വോണ്ട് ടു ഗോ എവേ, പുറത്തേക്ക് എവിടേക്കും പോകാൻ തോന്നില്ല, കളിക്കാൻ പോകാനൊന്നും തോന്നില്ല. പിന്നെ അതേപോലെ തന്നെ ശരീരഭാരം കുറയും 1 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. ടീനേജേഴ്സിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, അത് അഡൾട്ടിന് അതേപോലെ തന്നെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവുക. ഇനി ഇൻഫാൻസിലേക്ക് വരുമ്പോൾ എന്താ ഉണ്ടാവുക. ദി ബേബി ഡസ് നോട്ട് ഗ്രോ ഓർ ഗെയിൻ വെയിറ്റ് ആസ് എക്സ്പെക്റ്റഡ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വളർച്ച അല്ലെങ്കിൽ ഒരു ഭാരം ഉണ്ടാവില്ല, തൂക്കക്കുറവായിരിക്കും ഇൻഫാൻസിൽ വരുമ്പോൾ. ബേബി ഡസ് നോട്ട് ഗ്രോ, വളർച്ച കുറയും. പിന്നെന്താ ഉള്ളത്. ആൾസോ എ ബേബി മേ ഹാവ് സിംറ്റംസ് ഫ്രം സ്വെല്ലിംഗ് ദി ഫ്ലൂയിഡ് അറൗണ്ട് ദി ബ്രെയിൻ ഓർ സ്പൈനൽ കോഡ്. അല്ലേ, ബ്രെയിനിലും അതുപോലെ തന്നെ സ്പൈനൽ കോഡിലും സ്വെല്ലിംഗ് ഉണ്ടാവും, ഒരു ഫ്ലൂയിഡ് ഉണ്ടാവും. ഇത്തരത്തിലാണ് ഇൻഫൻസിൽ ആക്റ്റീവ് ടി ബിയുടെ സിംറ്റംസ് വരുന്നത്. ഇനി അതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ ലക്ഷണങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ബീയിങ് സ്ലഗ്ഗിഷ് ഓർ നോട്ട് ആക്റ്റീവ്, കുട്ടി ഒരു ആക്റ്റീവ് അല്ലാത്ത രീതിയിലായിരിക്കും. യൂഷ്വലി ഫസ്സി, വോമിറ്റിംഗ്, പുവർ ഫീഡിങ്, ബൾജിങ് സോഫ്റ്റ് സ്പോട്ട് ഓൺ ദി ഹെഡ്, പുവർ റിഫ്ലക്സസ്.
അപ്പം കുട്ടികളിൽ ഇൻഫൻസിൽ വരുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. അത് വെയിറ്റ് ലോസ്, അവർ ഗ്രോ ഉണ്ടാവില്ല, വളർച്ച ഉണ്ടാവില്ല, പെട്ടെന്നുള്ള വെയിറ്റ് ലോസ് ആവും വരുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും കൂടെ മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പം നമുക്ക് ബേസിക് ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഒഴികെ ഓരോ കാറ്റഗറിയിലും നമുക്ക് ഉണ്ടാവുന്ന ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈമറി ഇൻഫെക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ സെക്കൻഡറി ആണെങ്കിലോ ലേറ്റൻ്റ് ആണെങ്കിലും ആക്റ്റീവ് ഇൻഫെക്ഷൻ ആണെങ്കിലും ഇതിനെല്ലാം ലക്ഷണങ്ങൾ കോമൺ ആയിട്ട് എല്ലാം ഉണ്ട്. എന്നിരുന്നാലും വ്യത്യാസപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ചോദ്യങ്ങൾ വരാനും സാധ്യതയുള്ള കാര്യങ്ങളാണ് ലേറ്റൻ്റ് ഇൻഫെക്ഷനിൽ വരുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ മാറിയും മറിഞ്ഞും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ഷയരോഗത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ചെറിയൊരു ടോപ്പിക്കാണ്, കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സംശയങ്ങൾ വരുന്ന സമയത്ത് സംശയങ്ങൾ ചോദിക്കുക, കൃത്യമായിട്ട് പഠിച്ചു പോവുക. താങ്ക് യു.